ഇനി തെരഞ്ഞെടുപ്പ് കാലമാണ്. തെരഞ്ഞെടുപ്പ് കാറ്റ് കേരളത്തിൽ ആഞ്ഞടിച്ചു തുടങ്ങി. പ്രതീക്ഷിത ചുഴിയിൽപ്പെട്ട് വട്ടം കറങ്ങുന്ന അവസ്ഥയിലായി സംസ്ഥാനത്തെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം. 3 മുന്നണികളിലും അതിൻ്റെ ഒരു ആന്തോളനമുണ്ട് എന്ന് തന്നെ വേണം പറയാം. തളിപ്പറമ്പിൽ TK ഗോവിന്ദനും പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണനും അമ്പലപ്പുഴയിൽ G സുധാകരനും CPM നേതൃത്വത്തിനെതിരെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി രംഗത്ത് വന്നിരിക്കുന്നത്. CPM വിട്ടുവരുന്നവർക്ക് മണ്ഡലങ്ങൾ വിട്ടുകൊടുക്കേണ്ടി വരുന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് ആവേശം പകരുന്നുണ്ടെങ്കിലും സ്ഥാനാർത്ഥി മോഹികൾ അസംതൃപ്തരാകുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നു. അമ്പലപ്പുഴയിൽ G സുധാകരനെ പിന്തുണച്ചതിൻ്റെ പേരിൽ KPCC ജനറൽ സെക്രട്ടറി രാജിവെച്ചു. ഐഷ പോറ്റിയും PK ശശിയും ഒക്കെ CPM വിട്ടുവരുമ്പോൾ മൂവർണ്ണക്കൊടി ചുമതലയേറ്റിയ ചിലർ തഴയപ്പെടുന്നു. കോൺഗ്രസ് നേതൃത്വത്തെ വെല്ലുവിളിച്ച് കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാവാൻ നിൽക്കുന്ന മുൻ KPCC അധ്യക്ഷൻ K സുധാകരനെ എങ്ങനെ മെരുക്കുമെന്നും ഇനി കണ്ടറിയണം. UDFിൻ്റെ ആവേശം ചോർന്നു പോകുന്ന പ്രതിസന്ധിയും രൂപപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നടക്കേണ്ടിയിരുന്ന സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം ഒരു ദിവസത്തേക്ക് മാറ്റിവെക്കേണ്ടി വന്നതുപോലും പടലപ്പിണക്കം കാരണമാണ്. അതോടൊപ്പം ഇപ്പോൾ ഇത് കുടുംബത്തിനുള്ളിലും ചില പൊട്ടിത്തെറികൾക്ക് കാരണമാകുന്നുണ്ട്. ഉമ്മൻചാണ്ടി കുടുംബത്തിലാണ് ചില പ്രശ്നങ്ങൾ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തിരിക്കുന്നത്. കാരണം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പുരോഗമിക്കവേ സംസ്ഥാന കോൺഗ്രസിൽ പുതിയ പ്രതിസന്ധിയാണ് ഉമ്മൻചാണ്ടി കുടുംബത്തിൽ സംഭവിച്ചിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കുമെന്ന വാർത്തകൾ ശക്തമാകുന്നതിനിടെയാണ് കടുത്ത വിയോജിപ്പുമായി സഹോദരനും പുതുപ്പള്ളി MLAയുമായ ചാണ്ടി ഉമ്മൻ രംഗത്തെത്തിയിരിക്കുന്നത്. ഒരു കുടുംബത്തിൽ നിന്നും ഒരു സ്ഥാനാർത്ഥി മാത്രം മതിയെന്ന ഉറച്ച നിലപാടിലാണ് അദ്ദേഹം. ചെങ്ങന്നൂർ മണ്ഡലത്തിൽ മറിയയെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. എന്നാൽ സഹോദരിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താൻ പുതുപ്പള്ളിയിൽ നിന്ന് മാറിക്കൊടുക്കാൻ തയ്യാറാണെന്നാണ് ചാണ്ടി ഉമ്മന്റെ നിലപാട്. ഒരു കുടുംബത്തിൽ നിന്നും 2 പേർ ഒരേ സമയം ജനവിധി തേടുന്നത് ശരിയല്ലെന്നും അത് ഉമ്മൻചാണ്ടിയുടെ ആദർശങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. തന്റെ കടുത്ത അതൃപ്തി നിലവിൽ ഡൽഹിയിലുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവരെ ചാണ്ടി ഉമ്മൻ അറിയിച്ചു കഴിഞ്ഞു എന്നാണ് ലഭ്യമായ വിവരം. ഇതാദ്യമായല്ല ചാണ്ടി ഉമ്മൻ ഈ വിഷയത്തിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്. 1 മാസം മുമ്പ് തെരഞ്ഞെടുപ്പ് ചർച്ചകൾ ആരംഭിച്ച സമയത്ത് മറിയയുടെ പേര് ഉയർന്നു വന്നപ്പോഴും സമാന നിലപാടായിരുന്നു അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. നേതൃത്വം വീണ്ടും ചെങ്ങന്നൂരിൽ മറിയയെ സജീവമായി പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് സ്വന്തം സിറ്റിംഗ് സീറ്റ് പോലും വിട്ടു നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ച് അദ്ദേഹം നിലപാട് കടുപ്പിച്ചത്. ഇതിന് പിന്നിൽ മറിയയുടെ സ്ഥാനാർത്ഥി നിഷേധിപ്പിക്കലാണെന്ന സൂചനകളുണ്ട്. ഇത് ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്നുള്ള 2 പേർ ഒരേ സമയം തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഉണ്ടാകുന്നത് പാർട്ടിക്കുള്ളിലും പൊതുസമൂഹത്തിലും വിമർശനങ്ങൾക്ക് വഴിവെക്കുമെന്ന ആശങ്കയും ഈ തീരുമാനത്തിന് പിന്നിലുണ്ട്. ചാണ്ടി ഉമ്മന്റെ ഈ അപ്രതീക്ഷിതവും കർശനവുമായ നിലപാട് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെ വലിയ അങ്കലാപ്പിലാക്കിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ വിഷയം UDFിനുള്ളിൽ കൂടുതൽ ചർച്ചകൾക്കും വഴിവെക്കും. ഉമ്മൻചാണ്ടിയുടെ A ഗ്രൂപ്പ് ഇന്ന് പല വഴിക്ക് പിരിഞ്ഞു. ഷാഫി പറമ്പിൽ സ്വന്തമായി ഗ്രൂപ്പ് ഉണ്ടാക്കി. ബെന്നി ബെഹനാനെ കാര്യമായി ഗ്രൂപ്പിനെ ഒരുമിപ്പിക്കാൻ കഴിയുന്നില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും സ്വന്തം നിലയിലാണ് പ്രവർത്തനം. ഇതിനിടെ A ഗ്രൂപ്പിന്റെ മുഖമായി മാറാൻ ചാണ്ടി ഉമ്മൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. എന്നാൽ സഹോദരി കൂടി എത്തുന്നതോടെ ഉമ്മൻചാണ്ടിയുടെ വികാരം ചാണ്ടി ഉമ്മന് മാത്രമായി അവകാശപ്പെടാൻ കഴിയില്ല. ഇതുകൊണ്ടാണ് ചാണ്ടി ഉമ്മൻ സമ്മർദ്ദം ചെലുത്തുന്നതെന്നാണ് സൂചന. അതിനിടെ ചാണ്ടി ഉമ്മൻ മാറിയാൽ മറിയയെ പുതുപ്പള്ളിയിൽ മത്സരിപ്പിക്കാനും ആലോചന സജീവമാണ്. ഈ വാർത്തകളോടൊന്നും തന്നെ മറിയ ഉമ്മൻ പ്രതികരിച്ചിട്ടില്ല. കുടുംബത്തിലെ ഭിന്നതകൾ പുറത്തേക്ക് വരുന്ന തരത്തിൽ മറിയ പ്രതികരണം നടത്തില്ലെന്നാണ് സൂചന. നീണ്ട ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും ഒടുവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MPമാർ മത്സരിക്കേണ്ടതില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. സംസ്ഥാന നേതൃത്വത്തിന്റെ ഈ നിലപാട് ഹൈക്കമാൻഡും അംഗീകരിച്ചു. അതേസമയം തർക്കങ്ങൾക്കൊടുവിൽ ഇന്നെങ്കിലും കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്ത് വരുമെന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം. ഇന്ന് രാവിലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരും. തുടർന്നാകും പട്ടിക പുറത്തു വരിക.
70 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചതായാണ് ഒടുവിൽ പുറത്തുവരുന്ന വിവരം. 15 പാനലിലായിരിക്കുമെന്നും വിവരമുണ്ട്. വൈകിട്ടോടെ പട്ടിക പുറത്തു വന്നേക്കും. കെ സുധാകരൻ ഡൽഹിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇന്ന് രാഹുൽ ഗാന്ധിയുമായും മല്ലികാർജുൻ ഖാർഗെയുമായും കൂടിക്കാഴ്ച നടത്തും. സീറ്റ് സംബന്ധിച്ച തർക്കത്തിൽ സുധാകരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ്. MP-മാർ മത്സരിക്കേണ്ടതില്ല. മണ്ഡലങ്ങളിൽ MP-മാരുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ച് തീരുമാനമെടുക്കാനാണ് നീക്കം. അതേസമയം കണ്ണൂർ DCC ഓഫീസിന് മുന്നിൽ വീണ്ടും കെ സുധാകരന്റെ ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പിണറായി സർക്കാരിനെ താഴെ ഇറക്കാൻ കോൺഗ്രസിന്റെ പടനായകൻ കെ സുധാകരൻ എത്തുന്നുവെന്നാണ് ഫ്ലെക്സിൽ പറയുന്നത്. കണ്ണൂരിന്റെ ഹൃദയമാണ് KS എന്നും ഫ്ലെക്സിലുണ്ട്. ഇന്ന് രാവിലെ ചേരുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷം പട്ടിക പ്രഖ്യാപിക്കാനാണ് ധാരണ. അന്തിമഘട്ട ചർച്ചകൾക്കായി കഴിഞ്ഞ ദിവസം നേതാക്കൾ ഡൽഹിയിലെത്തി കോർ കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുമായും നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഏതായാലും എല്ലാ പാർട്ടികളെ സംബന്ധിച്ചും പലതരത്തിലുള്ള പടലപ്പിണക്കങ്ങൾ, ചില പൊട്ടിത്തെറികളൊക്കെ തന്നെ നിലവിലുണ്ട്. കണ്ണൂർ തളിപ്പറമ്പിലാണെങ്കിൽ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ്റെ ഭാര്യ ശ്യാമളയെ നിർത്തുന്നതുമായി ബന്ധപ്പെട്ടും കണ്ണൂരിലെ ചില സഖാക്കൾ ഇടഞ്ഞു തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ ചാണ്ടി ഉമ്മൻ്റെ നിലപാടിൽ പാർട്ടി പ്രതിസന്ധിയിലാണ്. ഇനി എന്ത് തീരുമാനമെടുക്കും? ഇന്ന് വൈകിട്ടോടു കൂടി തന്നെ പട്ടിക പുറത്തു വരുമ്പോൾ അറിയാം എന്ത് തീരുമാനമാണ് നേതൃത്വം ചർച്ചകൾക്കൊടുവിൽ എടുത്തിരിക്കുന്നത് എന്നുള്ളത്.